എക്കാലത്തെയും പോലെ ഈ പ്രാവശ്യം ഗ്ലോബൽ വില്ലേജിലേക്ക് അവധി ദിവസത്തിലൊരു യാത്ര പോയി. അവധി ദിവസം എന്ന് പറയുമ്പോൾ ടിക്കറ്റ് റേറ്റ് 30 അല്ലാത്ത ദിവസം 25 രാത്രിയിൽ ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ നല്ല തിരക്കുമായിട്ടാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് നമ്മൾ കയറിക്കൂടിയത്. അത് കയറിയത് തന്നെ ഭാര്യ നോക്കി നിൽപ്പുണ്ട്, ഞാനും കുട്ടിയെ എടുത്ത് കറക്കിക്കൊണ്ട് യാത്ര എടുത്ത് വന്നു. പക്ഷേ ആളുകളെ തട്ടിമുട്ടി നടക്കാൻ വയ്യുന്നേ. ആദ്യം കാണുമ്പോൾ തന്നെ കുവൈത്തിന്റെ പവലിയനിലേക്ക് ഇരച്ചു കയറി, അതുപോലെ തന്നെ തുർക്കിയിലേക്കും. അവിടെ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നുമില്ല, എല്ലാം പഴയത് തന്നെയാണ്. പക്ഷെ ഓരോ വർഷം കഴിയുന്നവരും കാണുമ്പോൾ ഒരു പുതുമ വരും. അവിടെ ഫ്ലൂറസെന്റ് ഇതൊക്കെ തുണിയിൽ പതിപ്പിച്ച് തരുന്ന കടയുണ്ട്. അവിടെ തുർക്കിഷ് സീരീസിലെ രാജാവിനെ രാജ്ഞിയെ പോലെ ഒരുക്കി തരും. ഡിസംബർ 25 ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഡ്രാഗൺ കുഞ്ഞു വെള്ളത്തിൽ കിടക്കുന്നുണ്ടല്ലോ, അവിടെയാണ് ഫുഡ് സ്ട്രീറ്റ്. അവിടെ ഒന്നും കടക്കാൻ വയ്യ, അറബികളുടെ തിരക്ക് കാരണം നടക്കാൻ വയ്യ. യമന്റെ പവലിയനിൽ കയറുമ്പോൾ അവിടെ ഫുൾ കത്തിയും വാളും കൊടുവാളും മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ തിരിഞ്ഞു കറങ്ങി ഈജിപ്തിൽ കയറി, അതുപോലെ തന്നെ മൊറോക്കോയിൽ കയറി. മൊറോക്കോയിൽ ഫുൾ ഡ്രസ്സുകൾ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ പഴയ പോലെ ഒരു പൗരാണികമായിട്ടുള്ള ഒരു രീതിയിലല്ല ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടു. ഇന്ത്യയിൽ ആനത്തല കണ്ടപ്പോഴേ ഇന്ത്യയിലേക്ക് ഇരച്ചു കയറി. എല്ലാം ഭയങ്കര വില, എല്ലാത്തിനും എല്ലായ്പ്പോഴും. പക്ഷേ ബുദ്ധിമതിയായ എൻ്റെ ഭാര്യ അവിടെ തന്നെ 2 ദിറംസിൻ്റെ വളകളും 1 ദിറമിൻ്റെ കമ്മലും കണ്ടെത്തി. അതോടുകൂടി ഞാൻ സംതൃപ്തനായി. 1 രൂപയ്ക്ക് അവിടെ സാധനം കണ്ടല്ലോ. അങ്ങനെ പിന്നെ കൈ വെച്ചുണ്ടാക്കിയ സാധനങ്ങൾ, പിന്നെ ആദിവാസി തലയിൽ തേക്കുന്ന സാധനം, ഇതൊക്കെ അവിടെ ഉണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു ബോൾ പോലത്തെ ഒരു സാധനം കണ്ടെത്തി. അത് ബൾബാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. പൂക്കൾ കൊണ്ടൊരു പാവാട കൊടുത്ത് ഒരു അമ്മാവൻ നിൽപ്പുണ്ട്. പിന്നെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ അവിടെ എന്തോ തീ പുകയുന്നത് പോലെ ഒരു അനുഭൂതി ഉണ്ടായി. അത് തീ പുകഞ്ഞത് എന്തെന്ന് വെച്ചാൽ, അത് കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലായി, അത് മറ്റേ തിക്കാക്കടയിൽ നിന്ന് പുക പോയതാണ്. ഇത് ജോർദാൻ്റെ അകത്ത് അവിടുത്തെ കൾച്ചറൽ പെർഫോമൻസ് നടക്കുകയായിരുന്നു. അങ്ങനെ ഇവൻ മറ്റേ ബോൾ എറിഞ്ഞ് മറ്റേ പഴം നേടി പോവുകയാണ്. ഇദ്ദേഹം എങ്ങനെ അത് കാറിനുള്ളിൽ കയറ്റുമെന്ന പ്രതീക്ഷയിലാണ്, എന്ന ചിന്തയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. സ്റ്റേജിലെല്ലാം പരിപാടികൾ തീർന്നു. പിന്നെ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ബസ്സിൽ ആളുകൾ നിന്നൊക്കെ പോകുന്നുണ്ട്. ജസ്റ്റ് ഫോർ എ ഫൺ പോകുന്നു. ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ബസ്സിൽ വില ചോദിക്കാമെന്ന് വിചാരിച്ചു, നടന്നിട്ടില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നടന്ന് കാല് തേങ്ങി നേരെ പുറത്തേക്ക്. ഞാനത് സൂം ചെയ്ത് 30th സീസണിൽ എത്തിച്ചു. തിരിച്ച് പാർക്കിംഗ് ലോട്ടിലെത്തി. വണ്ടി ഓടി അബുദാബി എത്തിയപ്പോൾ 2:40. എങ്ങും പാർക്കിംഗ് കിട്ടിയില്ല.